അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീക്കിൻ്റെ ഒരു റീക്യാപ്പ് നോക്കാം. റീക്യാപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഡേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് മാത്രമാണ്, അല്ലാതെ അടുത്ത വീക്കിൽ എങ്ങനെ അല്ലെങ്കിൽ ഈ വരുന്ന വീക്കിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്നല്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരു വീക്കിലി ടൈം ഫ്രെയിമാണ്, ഗോൾഡാണ്. ഓക്കെ, നമ്മുടെ എല്ലാം ഫേവറേറ്റ് അസറ്റാണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ പ്രീവിയസ് വീക്ക്, ഇത് നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞു പോയ വീക്ക്. അപ്പോൾ കഴിഞ്ഞു പോയ വീക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അതിന് മുമ്പുള്ള വീക്ക് ഇങ്ങനെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ബുള്ളിഷ് സ്റ്റാൻഡിലാണ്. ബുള്ളിഷ് സ്റ്റാൻഡിലാണെന്ന് മാത്രമല്ല, നമുക്ക് ഇവിടെ ഒരു സാധനം കാണാൻ പറ്റും. ഇവിടെ ഇതെന്താണ്, ഇതൊരു റിലവൻറ്റ് ഹൈ ആണ്. റിലവൻറ്റ് ഹൈ എടുക്കാതാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ മാർക്കറ്റ് എന്താണ്, ഈ റിലവൻറ്റ് ഹൈയെ എടുത്തിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ വീക്ക് ക്യാൻഡിലാണ്, ഇത് അതിന് മുമ്പിലത്തെ ക്യാൻഡിൽ. നമ്മൾ ഈ വീക്കിലാണ് ട്രേഡ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതൊരു കീ ലെവലാണ് അല്ലേ. ഇതെന്താണ്, ഇതൊരു കീ ലെവലാണ്. അപ്പോൾ ഇതെടുത്തെങ്കിൽ മാത്രമേ മാർക്കറ്റിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ അതെടുത്തിട്ട് താഴേക്ക് വരാം, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് എക്സ്പാൻഷൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ബുള്ളിഷ് എക്സ്പാൻഷൻ ഒരു 3 ക്യാൻഡിൽ ഒരു 4 ക്യാൻഡിൽ ഉണ്ട്. അപ്പോൾ അടുത്തതൊരു റിവേഴ്സൽ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കിട്ടാം. കാരണം ഒരു എക്സ്പാൻഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഹൈ ടൈം ഫ്രെയിമിൽ ഒരു 3 to 4 ക്യാൻഡിൽസ് ആയിരിക്കും നമുക്ക് ഒരു എക്സ്പാൻഷൻ ഫേസിലേക്ക് വരുന്നത്. ഇതൊരു ബെയറിഷ് ക്യാൻഡിലാണെങ്കിലും, ഇവിടുത്തെ ഈ കാണുന്ന ഒരു ബെയറിഷ് ക്യാൻഡിലാണെങ്കിലും, ഇത് നമുക്ക് മുകളിലേക്ക് ഒരു എക്സ്പാൻഷൻ ഫേസിലാണ്, അത് പ്രൈസിൻ്റെ എക്സ്പാൻഷൻ ഫേസിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കീ ലെവൽ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾക്ക് ഏതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ട്രേഡ് ചെയ്യുന്ന ഏരിയ ഏതാണോ ഞാൻ ആ ഏരിയ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യും. ഇപ്പോൾ ഈ വീക്കിലാണ് എനിക്ക് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് നോക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഡേ ടൈം ഫ്രെയിമിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ എൻ്റെ ഡേ ടൈം ഫ്രെയിമിലോട്ട് വരുന്നു. അപ്പോൾ ഈ സെയിം സാധനം തന്നെ, ഈ ഒരു കീ ലെവലുണ്ട്. ഈ കീ ലെവൽ എടുക്കാനാണ് മാർക്കറ്റിന് എന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ വന്നിട്ടാണ്, ഈ ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ്, ഇത് മൺഡേയിലെ ക്യാൻഡിലാണ് അല്ലേ. അപ്പോൾ മൺഡേയിലെ ക്യാൻഡിലാണ് ഞാൻ ഇനി ഫസ്റ്റ് ഡേ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഗോൾഡാണ് ഇതിൽ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80-22 ആണ്. മറ്റേതിൽ 17-21 1 ആണെങ്കിൽ ഇതിൽ 1 hour ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് എന്താ പറയുക, ഡേ ലൈറ്റ് സേവിങ് ടൈമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മൈൻഡ് വെച്ചേക്കുക. ഒന്നുമില്ല, മറ്റേത് തന്നെ ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ബിറ്റ് കോയിനിലും വ്യത്യാസമുണ്ട്. ബിറ്റ് കോയിനിൽ പുറകിലോട്ടാണ് 16-20 സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ്. ഞാൻ ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മൺഡേ ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഇത് ഉണ്ടായിട്ടില്ല കേട്ടോ, ഞാനിത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനപ്പോൾ എവിടെയാണ് ട്രേഡ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്യാൻഡിൽ ഒന്ന് വെയിറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് ബുള്ളിഷ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്, അതൊരു ഓപ്പൺ ലോ ഹൈ ക്ലോസ്, അതാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഒരു അനാട്ടമി ഓഫ് എ ക്യാൻഡിൽ, ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് പോകണം, അതാണൊരു ഓപ്പൺ അതെന്ന് പറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അതിൻ്റെ ഒരു സൈൻ നമുക്ക് കിട്ടി. എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ഒരു താഴേക്കുള്ളൊരു ബെയറിഷ് ക്യാൻഡിലായിട്ട് നമുക്ക് ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി എനിക്ക് ചെയ്യേണ്ടത്, എനിക്ക് അടുത്ത 3 ക്യാൻഡിലാണ് ഈ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ക്യാൻഡിൽ 3 മാർക്ക് ചെയ്യും. 1, 2, 3, അതായത് ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ഇതിനപ്പുറത്തേക്ക് ക്യാൻഡിൽ 3. ഓക്കെ, അത് നമുക്ക് അങ്ങ് മാർക്ക് ചെയ്തേക്കാം, ക്യാൻഡിൽ 3. ഓക്കെ, ഈ 3 ക്യാൻഡിലാണ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രേഡിങ് റേഞ്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ, ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ വിട്ടു അന്നത്തെ ദിവസത്തെ, അത് ക്ലോസ് ആയി കഴിഞ്ഞതിന് ശേഷം, അത് ബെയറിഷ് ക്ലോസ് ആണ് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, 15 മിനിറ്റിലോട്ട് പോയിട്ട് ഞാൻ എന്താ നോക്കണ്ടേ, ഒരു ഐഡിയൽ ഫോർമേഷൻ നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഐഡിയൽ ഫോർമേഷൻ കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ ഏത് ക്യാൻഡിലാണ് ഇത്, ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ക്യാൻഡിൽ 3. അപ്പോൾ ക്യാൻഡിൽ 1 കഴിഞ്ഞു, അത് ഓൾറെഡി കഴിഞ്ഞ്. ഇത് നമ്മൾ അടുത്ത ക്യാൻഡിലാണ്, ക്യാൻഡിൽ 2ലാണ് നോക്കുന്നത്. ക്യാൻഡിൽ 2ൽ എനിക്ക് എന്താ കിട്ടിയത്, എനിക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയൽ ഫോർമേഷൻ കിട്ടി. ഏതാണ്, ഈ ഒരു ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഒരു ക്യാൻഡിൽ, ഒരു CST തന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, CST മാത്രമല്ല, അവിടെ ആ ലെഗിൽ എന്താണുള്ളത്, ആ ലെഗിലുള്ളത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലേ.
ഞാൻ പറഞ്ഞ കറക്റ്റ് ഫോർമേഷനാണ് വരുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എൻട്രി ടൈം ഫ്രെയിമിലോട്ട് പോകുന്നു. ഞാൻ 1 മിനിറ്റ് ഞാൻ കാണിക്കത്തില്ല, ഒരു കുറച്ചുകൂടെ നോയ്സ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ 3 മിനിറ്റിലേക്ക് വന്നു. ഇവിടെ എന്താണ്? ഇവിടെ എനിക്കൊരു CST കിട്ടണം. ഇവിടുന്ന് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന്. എന്നിട്ട് എന്താണ് ചെയ്തത്? മുകളിലേക്ക് എനിക്കൊരു CST തന്നു അല്ലേ? എനിക്കെന്ത് തന്നു? എനിക്കൊരു CST തന്നു മാർക്കറ്റ്. ദെൻ ഐ വിൽ പ്ലേസ് ദ ട്രേഡ് ഓൺ ദിസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ട്രേഡ് വെക്കാം. ICT 2022 മോഡൽ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് ട്രേഡ് വെക്കാം. ഞാനിപ്പോൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലോസ് ക്യാൻഡിൽ വെച്ചിട്ട് ഈ ഒരു 50%ലോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ വെക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ 50%ലോ വെക്കും, ഓർ ഈ ബോഡിയിൽ വെക്കും. ഇത് നിങ്ങളുടെ ഇഷ്ടം. സ്റ്റോപ്പ് ലോസ് എവിടെയാണ് പ്ലേസ് ചെയ്ത് ഞാനിവിടെ വെക്കുന്നു. ദെൻ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് 50 മിനിറ്റിൽ ഒരു പ്രൊജക്ഷൻ വേണം. 50 മിനിറ്റിൽ അത് വരയ്ക്കാൻ പറഞ്ഞു. ഇവിടുന്ന് നമുക്ക് പ്രൊജക്ഷൻ വരയ്ക്കാം, ബട്ട് നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോസസ്സ് പോലെ തന്നെ പോകും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ലാസ്റ്റ് CST കിട്ടിയേക്കുന്നത് അല്ലേ? ഇവിടെ അല്ലേ ലാസ്റ്റ് CST കിട്ടിയേക്കുന്നത്? ഈ CST കിട്ടിയ ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഐ എം പ്രൊജക്റ്റിംഗ് ദിസ്. -2ൻ്റെ അടുത്തായിട്ട് ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടെന്ന് നോക്കുക. ഓക്കെ, -2 വരെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യാം. ബിക്കോസ് ഞാൻ ക്യാൻഡിൽ 2ലാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്യാൻഡിൽ 1ൽ ട്രേഡ് ചെയ്യുമായിരുന്നെങ്കിൽ, ഈ താഴേന്ന് എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു -4 വരെയൊക്കെ ഒഴിച്ചേനെ. ഓക്കെ, ബട്ട് ഞാനൊരു ഇൻ ബിറ്റ്വീനായിട്ടാണ് ഞാൻ കയറിയിരിക്കുന്നത്. കാരണം ഒരു CST കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് അടുത്ത് CST തന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി റൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു -2ൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു റിലവൻറ്റ് സ്വിങ്ങിൽ ടാർഗറ്റ് ചെയ്യുന്നു. ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഹിറ്റ് മൈ ടാർഗറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ പോയി, ക്യാൻഡിൽ 2 പോയി. അടുത്തത് നമുക്ക് എന്താണ്? ക്യാൻഡിൽ 2 മാറിപ്പോയി. ഓക്കെ, ക്യാൻഡിൽ 3 ഇവിടെയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഈ ഒരു ട്രേഡ് കഴിഞ്ഞു എന്ന് വെച്ചോ. അത് കഴിഞ്ഞിട്ട് എന്താണ് മാർക്കറ്റ് ചെയ്തത്? ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് ഡൗൺ വീണു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇവിടെ ഒരു CST കിട്ടി. നിങ്ങൾക്ക് ഒരു ഇതടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു CST തന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് ഇവിടുന്ന് അപ്പ് കയറും ചിലപ്പോൾ. ഓക്കെ, അങ്ങനെ അപ്പ് കയറുവാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു SL അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങളെപ്പോഴും ഒരു ഫോർവേഡ് ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ മറ്റേ ഫോർവേഡ് ക്യാൻഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. ഒന്നുകിൽ ഒരു ഇക്യു വരച്ച് നോക്കുക, എന്നിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടൊരു റിവേഴ്സൽ തരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് ഒരു റിവേഴ്സൽ തന്നാണ്. നമ്മളിപ്പോൾ 4 hour പോയി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മൾ 4 hourലെ പിക്ചർ എന്താണ്? 4 hourൽ എവിടെയാണ് നമ്മൾ ട്രേഡ് എടുത്തത്? ഇതായി നോക്ക്. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വീണേക്കുന്നത്. കണ്ടോ? ഈ ഒരു നമ്മൾ പറഞ്ഞ ആ ഒരു ക്യാൻഡിൽ 1 2 3 വീണ്ടും അത് 1 2 3 ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ട്രേഡ് എങ്ങനെയാണ് വരുന്നത്? അവിടെ ഒരു CST ഉണ്ട്. നമ്മുടെ കറക്റ്റ് ഫോർമേഷൻ തന്നെ അവിടെയും വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിരുന്നു മൺഡേയിലെ ട്രേഡ്. നമുക്കെന്താണ് ആ ഒരു ഫോർമേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു CST ഇട്ടിട്ടുണ്ട്. CST മാത്രമല്ല, എനിക്ക് ഇവിടെ ഒരു നീറ്റായിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഞാൻ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ മിറ്റിഗേറ്റ് ചെയ്തിട്ടപ്പോൾ ഞാൻ 3 മിനിറ്റിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് 1 മിനിറ്റ് ട്രേഡ് എടുക്കാം കേട്ടോ. പക്ഷേ എപ്പോഴും നോയ്സ് വളരെ കുറവായിരിക്കും. ഈ ഒരു മോഡൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വിൻ റേറ്റ് കൂടുതൽ കിട്ടുന്നത് 3 മിനിറ്റിലാണ്. 1 മിനിറ്റിൽ ഭയങ്കര ചോപ്പി ആയിരിക്കും മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് 3 മിനിറ്റ് ഇതായി. അപ്പോൾ ഇവിടെ ഒന്ന് എന്താ പറയുക, ഒരു ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം എന്താ മാർക്കറ്റ് ചെയ്തത്? ഇവിടെ എനിക്കൊരു CST തന്നു. ഇവിടെ ഒരു CST. ആ CSTയുടെ ക്യാൻഡിൽ അത്യാവശ്യം നല്ല വീക്കുള്ള ക്യാൻഡിലാണ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ക്യാൻഡിൽ വരുമ്പോൾ ഞാൻ എന്താ പറഞ്ഞു? ഇതിന് നമ്മൾ 50%
നമ്മൾ മാർക്ക് ചെയ്യുക, 50% ട്രേഡ് ചെയ്യുക. ഈ ബോഡി ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ 50% നമ്മൾ ഒരു ലിമിറ്റ് വെച്ചേക്കുക. ഇതിൻ്റെ മുകളിൽ SL. ശേഷം എന്താണ്, എനിക്ക് 50 മിനിറ്റിൽ ഇവിടെയാണ് എനിക്ക് 50 മിനിറ്റ് പോകുന്നില്ല ഞാൻ. ഇപ്പം മനസ്സിലാവുമല്ലോ, അതാ ഈ ഒരു ഏരിയയിലാണ് എനിക്ക് ഇതിൻ്റെ ഹൈ വന്നേക്കുന്നത്. സോറി, ഇതിൻ്റെ മേളിലാണ് എനിക്ക് ഹൈ വന്നേക്കുന്നത്. ആ ഒരു ഹൈയിൽ നിന്ന് ഞാൻ ഒരു പ്രൊജക്ഷൻ എടുക്കും, ഇവിടെ നിന്നും ഇവിടേക്ക്. ദെൻ ഇൻ മൈ -2 എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുക. അതായത് ഇവിടെ ഒരു റിലവൻ്റ് ഹൈസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ബോഡിയിൽ ഞാൻ എൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നു. then I can run up to this or -2, whatever you like you can target, or 1:2, that is enough. അപ്പോൾ നമുക്ക് വൺ ഡേയിലെ ട്രേഡ്സ് ഈ 2 ആണ് നമ്മൾ ഇതിപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ട്യൂസ്ഡേയിലെ ട്രേഡാണ്. അപ്പോൾ ഞാൻ നേരെ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് വരുന്നു. അവിടുത്തെ പിക്ചർ എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം. ഇതാണ് ഇവിടെ ട്രേഡ് ചെയ്തത്. ഇതാണ് മൺഡേ ക്യാൻഡിൽ. ട്യൂസ്ഡേയിലാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ആ ട്യൂസ്ഡേ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ക്യാൻഡിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ആ ഏരിയ മാർക്ക് ചെയ്തു. അപ്പം അവിടെ നിന്നാണ് പിന്നെയുള്ള എൻ്റെ കളികൾ മുഴുവൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ബോഡി ക്ലോസ് ചെയ്തു, ഈ ഒരു ബോഡി ക്ലോസ് ചെയ്തു. ഈ ഒരു ബോഡി ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ക്യാൻഡിൽ ബുള്ളിഷായി, അതിൻ്റെ ബോഡി ക്ലോസ് ചെയ്തു. അപ്പം നമ്മൾ അടുത്ത ട്യൂസ്ഡേയിലെ ക്യാൻഡിലിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അതൊരു ബുള്ളിഷ് ക്യാൻഡിലാണെന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അപ് ടു നമ്മുടെ കീ ലെവൽ. ഈ കീ ലെവൽ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും മാർക്കറ്റ് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ ഈ ഫെയർ വാലി ഗ്യാപ്പിനെ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കീ ലെവലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം. അപ്പം ഒന്നുകിൽ ഈ കീ ലെവൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഫെയർ വാലി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട, ഇതിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ബോഡി ക്ലോസ് ചെയ്തു. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ ഇതിൽ ഞാൻ ട്യൂസ്ഡേ മാർക്ക് ചെയ്തു. ജസ്റ്റ് ഞാൻ 4 hourലോട്ട് പോകുന്നു. ഞാൻ ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ ട്രേഡ് എടുക്കത്തില്ല, യു നോ ദാറ്റ്. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ 18ാമത്തെ ക്യാൻഡിൽ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. നിങ്ങൾക്ക് നാസിലാണെങ്കിൽ അത് 17, വേറെ യൂറോയിലും അതിലെല്ലാം 17. പക്ഷേ ഇതിൽ നമുക്ക് ഓക്കെ, ഫസ്റ്റ് എനിക്ക് ആ ഒരു വൺ ഡേ ടൈം ഫ്രെയിമിൽ ആ മാർക്കറ്റിന് ബുള്ളിഷായിട്ട് പോവുകയാണെങ്കിൽ എവിടെ റെസ്പെക്ട് ചെയ്തവരായിരിക്കും പോകുന്നത്, ഈ വൺ ഡേയുടെ EQ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വയ്ക്കും. കാരണം ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ EQ വരയ്ക്കേണ്ടത്. ഇങ്ങനെ ബോഡി ക്ലോസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു EQ വരയ്ക്കാം. അപ്പോൾ അതിനെ റെസ്പെക്ട് ചെയ്താണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഇവിടെ ഒരു EQ വരയ്ക്കുക, അതിനെ റെസ്പെക്ട് ചെയ്താണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെ EQ റെസ്പെക്ട് ചെയ്യണമെന്നുമില്ല. ഓക്കെ, ഞാനിത് വരച്ചു. ഞാനത് അവിടെ കൊടുക്കുന്നില്ല, എനിക്ക് ഭയങ്കര കൺഫ്യൂസ് ആവും. അതുകൊണ്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടം വരെയാണ് മാർക്കറ്റ് വരാൻ ചാൻസ് ഉള്ളത്. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് കൺഫ്യൂസ് ആകും. അപ്പോൾ ഈ ഒരു ഏരിയയാണ് മാർക്കറ്റ് ഇനിയും റെസ്പെക്ട് ചെയ്യാനുള്ള ചാൻസ്. ഇപ്പം നമുക്കറിയത്തില്ല, ഈ ക്യാൻഡിൽ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇത്രയും പ്രിപ്പയർ ചെയ്ത് നമ്മൾ വെക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ 4 hourലോട്ട് പോകും. 4 hourലെ ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ ട്രേഡ് എടുക്കത്തില്ല. ഓക്കെ, അതറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ വിട്ടു. ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ ഞാൻ വിട്ടു. ദെൻ ഞാൻ സെക്കൻഡ് ക്യാൻഡിൽ, ഇത് സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഓക്കെ, നിങ്ങൾക്കിത് സംഭവം മനസ്സിലായി. അതായത് ഈ ഒറ്റ റേഞ്ചാണ് ഒരു ക്യാൻഡിൽ, ഈ റേഞ്ച് രണ്ടാമത്തെ ക്യാൻഡിൽ, അടുത്തത് ഇത് മൂന്നാമത്തെ ക്യാൻഡിൽ, അടുത്ത റേഞ്ച്. മനസ്സിലായോ? അങ്ങനെയാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് റേഞ്ച് വരുന്നത്. അല്ലാതെ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ലൈൻ മദർ ലൈൻ ഇപ്പുറം മുതൽ അടുത്ത ലൈൻ വരെയാണ് ഒരു ക്യാൻഡിൽ റേഞ്ച്. അത് കഴിഞ്ഞൊരു ലൈൻ മുതൽ അടുത്ത ലൈൻ വരെയാണ് ഒരു റേഞ്ച്.
അത് കഴിഞ്ഞുള്ളതാണ് മൂന്നാമത്തെ റേഞ്ച്. അപ്പം ഞാൻ മൂന്നാമത്തെ റേഞ്ചും കൂടെ ഞാൻ വരയ്ക്കുന്നത്. അപ്പം 3 ക്യാൻഡിൽ 1 2 3 ഇങ്ങനെ നിങ്ങൾ എടുത്ത് കണ്ടോ, റേഞ്ചാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് റേഞ്ചിൽ ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ആയി ക്യാൻഡിൽ. സെക്കൻഡ് റേഞ്ചിലാണ് ഞാൻ ട്രേഡ് എടുക്കാൻ പോകുന്നത്. ഞാൻ 50 മിനിറ്റിൽ വരുന്നു. 50 മിനിറ്റിൽ എനിക്ക് എന്താ വേണ്ടത്? സെക്കൻഡ് റേഞ്ചിൽ എനിക്കൊരു ഐഡിയൽ ഫോർമേഷൻ വേണം. അപ്പം ഞാൻ അതാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. സെക്കൻഡ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്താ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്? ഇതാ ക്യാൻഡിൽ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ക്യാൻഡിൽ നേരെ താഴെ വീണു. ജസ്റ്റ് ഹിയർ വി വിൽ ഗെറ്റ് എ CAST. ഇവിടെ നമുക്കൊരു CAST കിട്ടി വിത്ത് ഡബിൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇതൊരു CAST. നമുക്ക് CAST കിട്ടി. അതിനുശേഷം എന്താണ് ആ ക്യാൻഡിലിൻ്റെ അവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ മാർക്ക് ചെയ്ത് വെക്കാം. ദിസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർ ദിസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരുമിച്ച് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ 50% എന്തെങ്കിലും റെസ്പെക്ട് ചെയ്തിട്ട് മേളത്തെ ആണെങ്കിലും മാർക്ക് ചെയ്യാം. നമുക്ക് നോ ഇഷ്യൂസ്. ദെൻ ഐ വിൽ ഗോ ടു 50 മിനിറ്റ് ഓഫ്. ഞാനാണെങ്കിൽ പ്രൊജക്ഷൻ മാർക്ക് ചെയ്തില്ല. 3 മിനിറ്റ് എനിക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം നല്ല രീതിയിൽ സ്വിച്ച് ആവുന്നുണ്ട്. 3 മിനിറ്റ് ഹാവ് സം ഇഷ്യൂസ്. അതായത് 3 മിനിറ്റിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഞാൻ എന്താണ് അതിനെ റെസ്പെക്റ്റ് ചെയ്ത് എനിക്ക് എന്ത് വേണം? എനിക്കൊരു CAST വേണം. എവിടെയാണ് CAST ഇട്ടേക്കുന്നത്? ഇവിടെ പോയി ഇവിടെ എടുക്കാൻ വേണമെങ്കിൽ ഓക്കെ, ഫസ്റ്റ് CAST ആയാലും കുഴപ്പമില്ല. ഈ ഒരു സീരീസ് ഓഫ് ക്യാൻഡിൽ ഒരു CAST ആണ്. ഇത് പക്ഷേ കംപ്ലീറ്റ് ആയില്ല. ജസ്റ്റ് ഇതൊരു ചോപ്പിയാണ്. അടുത്ത സീരീസ് ഓഫ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ താഴോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു വിത്ത് എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. പക്ഷേ ഞാൻ ലോവർ ടൈം ഫ്രെയിമിൽ അങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യാൻ നോക്കില്ല. കാരണം ഓൾറെഡി എനിക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. ദെൻ ഐ വിൽ പ്ലേസ് എ ട്രേഡ് ഹിയർ ഇൻ ദിസ് ക്യാൻഡിൽ. ഈ ക്യാൻഡിലാണ് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ SL വെക്കുന്നു, ഓർ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിൽ വെക്കുന്നു. ദെൻ ഐ ക്യാൻ സ്വിച്ച് ടു. ഞാൻ 50 മിനിറ്റിൽ പോകുന്നില്ല. ഇതിൻ്റെ ഹൈ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇവിടെ 50 മിനിറ്റിൻ്റെ ഹൈ എവിടെയാണ്? 50 മിനിറ്റിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അതുമുതൽ ഈ മാനിപ്പുലേഷൻ CAST കിട്ടിയ ആ ഒരു ലൈൻ വരെ ഞാൻ ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ വരയ്ക്കുന്നു. then I am selecting -2 ഏരിയ. ഇവിടെ നല്ല അടിപൊളി ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്ത് ഒരു ഫെയിലർ സിങ് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ഫെയിലർ സിങ് ഞാൻ സെലക്ട് ചെയ്യുന്നു ഫോർ ദ ടാർഗറ്റ്. അത് കറക്റ്റ് -2ൽ ഹിറ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് എനിക്കത് ഇവിടം വരെ ഞാൻ എൻ്റെ ട്രേഡ് റൺ ചെയ്യും. പിന്നെ ഫോർ ദ ഡേ 4.61. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ട്രേഡ്. സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളല്ല. അപ്പോൾ നമുക്ക് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് നോക്കിയാൽ 1:2 ചിലപ്പോൾ ഫെയിലാവാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റിജക്ഷൻ വരും. -2 ഇതൊക്കെ ആകുമ്പോഴത്തേക്കും. കാരണം എന്താണ്? മാർക്കറ്റ് ബുള്ളിഷാണ്. നമ്മൾ ബുള്ളിഷ് ക്യാൻഡിലല്ല എക്സ്പെക്ട് ചെയ്തത്. കാരണം ഈ EQൻ്റെ താഴെ നിന്നും റെസ്പെക്റ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഈ ഒരു ഡെയിലി EQ വരച്ച് വെച്ചേക്കുന്നത്. കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? മാർക്കറ്റ് ബുള്ളിഷാണ്. പക്ഷേ ആ ഒരു ഡെയിലി EQയിൽ ഫസ്റ്റ് സെക്കൻഡ് ക്യാൻഡിലിൽ എന്താണ്? ഓപ്പൺ ലോ ഹൈ ക്ലോസ് ഉണ്ടാകുമ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ഓപ്പണായി ലോയിലേക്ക് ട്രേഡ് ചെയ്ത ആ ഒരു ലെഗാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. മാർക്കറ്റ് ബുള്ളിഷാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് കഴിഞ്ഞു. ഇത് രണ്ടും മതിയെന്ന് തോന്നുന്നു. വെനസ്ഡേ നോക്കണം. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കറക്റ്റായിട്ട് പോവുക. അപ്പോൾ നമുക്ക് ആ ഒരു പിന്നെ പേഷ്യൻസ് 50 മിനിറ്റിൻ്റെ ക്യാൻഡിൽസ് ക്ലോസ് ആവാനും CAST കിട്ടുക. ഇപ്പം നമുക്ക് ഈ ഒരു സാധനം റിജക്ഷൻ പ്ലസ് ക്യാൻഡിൽ ക്ലോസ് നോക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ആപ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ല ഏരിയ വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു CAST കഴിയുമ്പോൾ എനിക്ക് എന്താണെങ്കിലും എനിക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഇതൊരു 2022 ICT മോഡൽ പോലെ
നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് റീക്യാപ്പ്. അപ്പോൾ അടുത്ത വീക്ക് നമ്മൾ ജസ്റ്റ് ഇതുപോലെ തന്നെ നോക്കുക. നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ബെയറിഷ് വരാനേ ചാൻസ് ഉള്ളൂ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീക്കിലി നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ടൈം ഫ്രെയിമിൽ എനിക്ക് ലോഡിങ് ഇഷ്യൂ ഉണ്ട്, നെറ്റിൻ്റെ അല്ല. അപ്പം മാർക്കറ്റ് ബെയറിഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചിലപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഹൈ ആവാനും ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, ഈ ഒരു കീ ലെവൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കീ ലെവൽ എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ ഒരു റേഞ്ചിനകത്ത് എനിക്ക് ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതൊരു നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നേരത്തെ ആ കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തു. കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞെടുത്ത ആ ഒരു കീ ലെവലാണ്. അതിനെ മിറ്റിഗേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഡെയിലിയിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട്, അതായത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ബെയറിഷ് ക്ലോസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഇവിടുന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ പറയാനും ഇത് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദിസ് ലിക്വിഡിറ്റി ടു. അപ്പോൾ ഒരു സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഞാനത് ഒരിക്കലും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 50% മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ ഈ ഒരു ഹൈ ഇപ്പോൾ ഒരു 20 ഡേയ്സിൻ്റെ ഒരു റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും 20 ഡേയ്സിൻ്റെ ഒരു ഹൈ, ഇത് ഒരു ലോ. അപ്പോൾ ഇത് നോക്കിയേ, കറക്റ്റ് ആ ഒരു പ്രീമിയത്തിൽ തട്ടി റിജക്റ്റ് ചെയ്ത് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞത്. നമ്മളൊരിക്കലും അങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ നാളത്തെ ഒരു നേച്ചർ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഒക്കെ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മളിത് മാർക്കറ്റിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. എല്ലാ ദിവസവും ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നമുക്ക് മിസ്സായ ട്രേഡുകളും നമുക്ക് കിട്ടിയ ട്രേഡ് എങ്ങനെയായാലും ഇത് കുറച്ചുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ബെറ്റർ ആവുമോ, അത് എവിടം വരെ പോയിട്ടുണ്ട്, ഇപ്പോൾ ഒരു പ്രൊജക്ഷനൊക്കെ വരച്ചിട്ട് അത് അവിടം വരെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ, അത് ഏത് കീ ലെവലിലാണ് മിറ്റിഗേറ്റ് ചെയ്തേക്കുന്നത്, ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ട്രേഡ്സ് റൺ ചെയ്യുമ്പോൾ അതൊരു കോൺഫിഡൻസോട് കൂടി നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്, നമ്മളിപ്പം 1:6 1:10 എടുക്കുന്നതിലല്ല കാര്യം. 1:2 നമ്മൾ എക്സിറ്റ് ആവുന്നുണ്ടെങ്കിലും നമുക്ക് 1:10 എന്നത് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ നമുക്ക് പുഷ്പം പോലെ 1:2 എടുക്കാൻ പറ്റും. ആ ഒരു കറേജ്, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും നാളെ മാർക്കറ്റ് ഓപ്പണായിട്ട് കാണാം. ബൈ ബൈ.